ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീക്ക്ലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ മാസം നല്ല രീതിയിൽ ബുള്ളിഷിൽ പോയി. നെക്സ്റ്റ് ഈ മാസം തുടങ്ങിയിട്ടും പ്രൈസ് ബുള്ളിഷിൽ തന്നെയാണ്. പ്രൈസ് ഇപ്പോഴും ബുള്ളിഷ് ട്രെൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്നാലും നമുക്ക് നോക്കാം ബിയറിഷിലേക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് ബൈസ് ഒരുപാട് കിട്ടി. 50 മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ നിന്നും അതേപോലെ നല്ല നല്ല ബൈസുകൾ നമുക്ക് ഒരുപാട് കിട്ടി. നല്ല എൻട്രി ആയിരുന്നു. നല്ലൊരു ബുള്ളിഷ് പുതിയൊരു ഹോൾ ടൈം ഹൈറ്റ് ചെയ്തു. ഗോൾഡ് വീണ്ടും ചില ആളുകൾ ചോദിക്കാറുണ്ട് എവിടം വരെ ഗോൾഡ് പോകും. ഏകദേശം ഇനിയും ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പുൾ ബാക്ക് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇനിയും പ്രൈസ് ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ ഒരു 3200-300 ആ ഒരു റേഞ്ച് പിടിക്കാനുള്ള സാധ്യതയാണ്. 3000 എന്തായാലും കയറും. ഒരു 3200 പിടിച്ചു കഴിഞ്ഞാൽ പ്രൈസ് ഒരു പുൾ ബാക്ക് ഉണ്ടാകാനുള്ള സാധ്യത നല്ലൊരു ഏകദേശം ഒരു $300-500 ഒരു മൂവ്മെൻറ്റ് താഴേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിൽ എന്താണ് ഈ ഒരു 5 ഡേയ്സ് സംഭവിച്ചത് അല്ലേ? 5 ഡേയ്സ് നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് നല്ല ബുള്ളിഷാണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീക്കിൽ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ഫ്രൈഡേ പ്രൈസ് ക്ലോസ് ചെയ്ത സമയത്ത്, അതായത് കഴിഞ്ഞ മുമ്പത്തെ ഫ്രൈഡേ പ്രൈസ് ക്ലോസ് ചെയ്ത സമയത്ത് നല്ലൊരു IFC ക്യാൻഡിലാണ് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു IFC ക്യാൻഡിലാണ് പ്രൈസ് ഫോം ചെയ്തത്. നെക്സ്റ്റ് ഡേ നല്ലൊരു ഫാൾ ഉണ്ടാകാനുള്ള സാധ്യത, നെക്സ്റ്റ് ഡേ ഒരു ഫാൾ നടന്നു. പക്ഷേ തിരിച്ച് കയറി വന്ന് അതിൻ്റെ ഹൈയും ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു IFC ക്യാൻഡിൽ അത് ശരിക്കും പറഞ്ഞാൽ അത് ഫെയിലായി. ശരിക്കും പറഞ്ഞാൽ അതൊരു ട്രാപ്പായിരുന്നു നമ്മൾ IFC ക്യാൻഡിൽ. നെക്സ്റ്റ് ഇതിൻ്റെ ഹൈ ഫെയിലാകാതിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്കൊരു പുൾ ബാക്ക് കിട്ടിയാൽ ചിലപ്പോൾ ഒരു ഡേയുടെ ഐഡിയം വരെയൊക്കെ നമുക്ക് പോകാനുള്ള സാധ്യത കൂടുതലായിരുന്നു. നെക്സ്റ്റ് പ്രൈസ് നല്ല ബുള്ളിഷിൽ പോയി. ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ അങ്ങനെ പ്രൈസ് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഇങ്ങനെ പ്രൈസ് നല്ല രീതിയിൽ പോയി. തേഴ്സ്ഡേ വന്നു കഴിഞ്ഞപ്പോഴാണ് പ്രൈസ് ഒന്നിങ്ങനെ റേഞ്ച് ചെയ്യുന്നത്. ഏകദേശം നോൺ ഫാം പേറോളാണ്. പക്ഷേ പല ആൾക്കാരും നല്ല രീതിയിൽ വീഴും എന്ന് തന്നെ പറഞ്ഞു. പക്ഷേ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ വീഴാനുള്ള സാധ്യതകളൊന്നുമില്ല. മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിലും പറഞ്ഞത് വീഴാനുള്ള സാധ്യതകളൊന്നുമില്ല. എന്താ വെച്ചാൽ പ്രൈസ് കയറി വന്ന നല്ല രീതിയിലുള്ള നല്ല എഫിഷ്യൻ്റ് ആയിട്ടാണ് പോയത്. അല്ലാതെ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടൊന്നും അങ്ങനെ പ്രൈസ് മൂവ് ചെയ്ത് നല്ല ബുള്ളിങ് പ്രഷർ ഉണ്ട്. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാപ്പ് രീതിയിൽ പ്രൈസ് മേളിലേക്ക് പോയില്ല. പക്ഷേ ഫ്രൈഡേ പ്രൈസ് ക്ലോസ് ചെയ്ത് നിൽക്കുമ്പോൾ നല്ലൊരു IFC ക്യാൻഡിൽ, നമ്മൾ കഴിഞ്ഞ ഫ്രൈഡേ കണ്ടതിനേക്കാൾ നല്ലൊരു IFC ക്യാൻഡിലാണ്. പ്രീവിയസ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു IFC ക്യാൻഡിൽ ഫോം ചെയ്ത് നിൽക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ഫ്രൈഡേ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് ഈ ഫ്രൈഡേയും പറയാനുള്ളത്. അതായത് നാളെ വരുന്നൊരു ക്യാൻഡിൽ പ്രൈസിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയും ഇതിൻ്റെ ഹൈ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ ലോ വരെയൊക്കെ പ്രൈസ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതും പറഞ്ഞ് എല്ലാവരും സെല്ലിലേക്ക് തന്നെ നോക്കാനല്ല, പ്രൈസ് പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ കുറച്ച് സെല്ലിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബൈയിലേക്ക് കിട്ടുന്ന എല്ലാ സെറ്റപ്പും നിങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുക. നിങ്ങൾ ഈ പറയുന്ന 50 മിനിറ്റ്, 1 അവർ, 4 അവർ ഡേ ഇതൊക്കെയാണ് നമ്മുടെ സ്ട്രക്ചർ. 50 മിനിറ്റ്, 1 അവറിൻ്റെയൊക്കെ എന്ത് കിട്ടുകയാണെങ്കിലും ധൈര്യമായിട്ട് ബൈ ചെയ്യുക. നമുക്ക് ഡേയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് 4 അവറിലേക്ക് വരാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്താണ് സംഭവിച്ചത് അല്ലേ? ഈ പ്രീവിയസ് ഹൈ ആണ് പ്രൈസ് എടുത്തത്. നമുക്ക് 4 അവറിൽ നോക്കിക്കഴിയണമെങ്കിൽ പ്രൈസ് ഇവിടെ വന്നിട്ട് വെനസ്ഡേ മുതൽ ഇങ്ങനെ റേഞ്ച് നിന്ന് നോൺ ഫാം പേറോൾ ഒന്ന് ഇതിൻ്റെ ഹൈ എടുത്തു അല്ലേ? ഈ പ്രാവശ്യത്തെ നോൺ ഫാം പേറോൾ ഈ മാസത്തെ എനിക്ക് ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. ഇപ്പോൾ ഓരോ മാസങ്ങൾ കഴിയും തോറും പ്രൈസിൻ്റെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രൈസ് ഓൾറെഡി ബുള്ളിഷ് ആയിരുന്നു. നവംബർ, ഡിസംബറിലേക്ക് ഒരു റേഞ്ചിൽ നിന്നു. ജാനുവരിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പ്രൈസിന് നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ്സ് ബുള്ളിഷിലേക്ക് കിട്ടി അല്ലേ? ആ ഒരു റേഞ്ചൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്തു. പക്ഷേ ഫെബ്രുവരി ആയി കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ വോളറ്റലായി മാർക്കറ്റ്. അതായത് എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റ് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഹൈ എടുക്കാം, ലോ എടുക്കാം. വളരെ ഫാസ്റ്റായിട്ടുള്ള $10-50-$20 മൂവ്മെൻറ്റ്. അതായത് ഏകദേശം 200 പിപ്സ് മുതൽ 300 പിപ്സ് വരെയുള്ള വലിയ മൂവ്മെൻറ്റ്സുകൾ വളരെ ഫാസ്റ്റായിട്ട് എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയായിരിക്കും പ്രൈസ് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ പ്രൈസ് മൂവ് ചെയ്യാൻ പോകുന്നത്. അതിന് ശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു മാർക്കറ്റായിരിക്കും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്, ഇനി ജാനുവരി കഴിഞ്ഞ ശേഷം ഒന്നെങ്കിൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് പോകുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ പോകുന്നത്. പക്ഷേ പ്രൈസ് ഏകദേശം ഒരു 2-3 മാസം നിൽക്കുന്ന ട്രെൻഡ് ഇപ്പോൾ ഏകദേശം ഒരു മാസമൊക്കെ വെച്ച് തന്നെ ട്രെൻഡ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 2 മാസമൊക്കെ തന്നെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റൊക്കെ ചെയ്ത് നല്ല രീതിയിൽ അനാലിസിസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ നല്ല രീതിയിൽ മനസ്സിലാകാൻ തുടങ്ങുന്നത്. പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഈ രീതിയിൽ വേണം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെ. മാർക്കറ്റ് ഒരിക്കലും വലിയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി വലിയ റിസ്ക് ഒക്കെ എടുത്ത് നിങ്ങളുടെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ലംബോർഗിനി, കാറ്, ആന, ചേന ഇതൊന്നും ഉണ്ടാക്കാനായിട്ടാണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനാലിസിസ് ഒന്നും കറക്റ്റ് ആകില്ല, നിങ്ങളുടെ എക്സ്പീരിയൻസും കറക്റ്റായിട്ട്. പക്ഷേ ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് എന്താണെന്നും ഇതിൽ എങ്ങനെയൊക്കെ സാധ്യതകളെന്ന് പഠിക്കാനും നഷ്ടം വരുമ്പോൾ അത് എങ്ങനെയൊക്കെ നികത്താമെന്നും നല്ല പ്രോഫിറ്റിലേക്ക് എങ്ങനെ മാറാമെന്നുള്ള നല്ല ജേണലൊക്കെ എഴുതി നല്ല സ്ട്രാറ്റജി നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഹിസ്റ്ററി ചേഞ്ച് ചെയ്യുന്ന വ്യക്തി. അപ്പോൾ നമുക്ക് 4 അവറിലേക്ക് വരാം. 4 അവറിൽ പ്രൈസ് ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്നുണ്ട്.
എന്താണ് അതിൻ്റെ റീസൺ നമുക്ക് നോക്കാം. 1 ഹവറിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കൊന്ന് മേജർ ഹൈ പ്രൈസ് എന്ത് ലിക്വിഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു സെല്ല് ഉണ്ടായിരുന്നു. ഇവിടെ നോക്കിയാൽ നമുക്ക് നേരെ 50 മിനിറ്റിലേക്ക് വരാം. നമുക്ക് 1 ഹവറിൻ്റെ ആ ഒരു OBയിലേക്ക് വന്ന് നോക്കിയാൽ നമുക്ക് 50 മിനിറ്റിലേക്ക് വരാം. 50 മിനിറ്റിലായിരുന്നു നമുക്ക് കഴിഞ്ഞ വട്ടം കുറേ എൻട്രീസ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് 50 മിനിറ്റിൽ കണ്ടോ, ഇവിടെ 50 മിനിറ്റിന് എൻട്രി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ 50 മിനിറ്റിന് എൻട്രി ആയിരുന്നു. ഇവിടെ 50 മിനിറ്റിന് എൻട്രി ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ എൻട്രികൾ 50 മിനിറ്റിന് ഉണ്ടായിരുന്നു അല്ലേ. എല്ലാം ബുള്ളിഷാണ് ഞങ്ങൾക്ക്. ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നൊന്നും പറഞ്ഞു ഒരിക്കലും നിങ്ങൾ 50 മിനിറ്റിൻ്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടറും പിടിച്ചുകൊണ്ട് അത് പ്രൈസ് ചേഞ്ച് ആയെന്നും പറഞ്ഞു. 50 മിനിറ്റിൽ നല്ല ബുള്ളിഷിൽ നിൽക്കുമ്പോഴും ചിലപ്പോൾ ഇങ്ങനത്തെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തരാം. അത് നിങ്ങൾ മെയിനായിട്ട് ഒരു 1 ഹവറൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 50 മിനിറ്റിൽ വീണ്ടും ബുള്ളിഷ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നിട്ടുണ്ട്. എന്നിട്ടാണ് പ്രൈസ് താഴേക്ക്. പക്ഷേ നിങ്ങളപ്പോൾ 1 ഹവറിലാണ് നോക്കണ്ട. 1 ഹവറിൽ ലിക്വിഡിറ്റി ഗ്രാബ് നടത്തിയേക്കണം, 4 ഹവറിൽ ലിക്വിഡിറ്റി ഗ്രാബ് നടത്തിയേക്കണം. പക്ഷേ ഞാൻ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുൾ ബാക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഞാൻ ഇവിടെ നിന്ന് കാണുന്നത്. 50 മിനിറ്റിൽ നല്ലൊരു റേഞ്ചിൽ പ്രൈസ് നിൽക്കുന്നുണ്ട്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ഡബിൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ടുണ്ട്. എന്നാലും ഒരു റേഞ്ച് നിൽക്കുന്നുണ്ട്. ഡേയുടെ ഒരു IFC ക്യാൻഡിൽ ഉണ്ട്. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് നല്ലൊരു പുൾ ബാക്ക് എടുക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ ഡേയുടെ ഐഡിയം വരെ എടുക്കാം. പക്ഷേ ഞാൻ പറയണതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ താഴെ കാണുന്ന എല്ലാ ബുള്ളിഷ് OBയും നല്ലത് റിയാക്ട് ചെയ്തിട്ടായിരിക്കും പ്രൈസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മോർണിംഗ് തന്നെ നല്ലൊരു കിടിലൻ 50 മിനിറ്റിൻ്റെ OBയാണ്. ഒരു IFC ക്യാൻഡിലാണ് ഏറ്റവും നല്ല ലിക്വിഡിറ്റി എടുത്ത IFC ക്യാൻഡിൽ. അപ്പോൾ നല്ല റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. ആ പ്രൈസ് നിങ്ങൾക്ക് മണ്ടേക്ക് ഇവിടെ വന്ന് മിറ്റിഗേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, ഈ ലിക്വിഡിറ്റിയും കൂടി എടുത്തിട്ട് ചിലപ്പോൾ ഇവിടേക്ക് വന്നിട്ടായിരിക്കും പ്രൈസ് ഇറങ്ങാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ട്രേഡുകൾ നോക്കാം. പക്ഷേ സെല്ലിലേക്കുള്ള നല്ലൊരു ഞാൻ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ ഇടാൻ നല്ല രീതിയിൽ സെല്ലിലേക്ക് മാറണമെന്ന് കേട്ടാ. പക്ഷേ ഈ ആഴ്ച നിങ്ങൾക്ക് ഒരുപാട് ബൈ എൻട്രീസുകൾ കിട്ടുമെന്ന്. പക്ഷേ ഏകദേശം ഒരു ചിലപ്പോൾ ഒന്ന് ചേഞ്ച് ആകണമെങ്കിൽ ഒരു 25% എങ്കിലും സെല്ലിലേക്കുള്ള എൻട്രികൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. ബൈ എൻട്രീസൊക്കെ വരികയാണെങ്കിൽ 50 മിനിറ്റിൻ്റെയും അതേപോലെ 1 ഹവറിൻ്റെയൊക്കെ ബൈ എൻട്രീസൊക്കെ വരികയാണെങ്കിൽ ധൈര്യമായിട്ട് എടുക്കുക. എഗെയിൻ നമുക്ക് കറൻസിയിലേക്ക് പോകാം. ബ്രിട്ടീഷ് പൗണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ 4 ഹവറിൻ്റെ OB, അതിൻ്റെ മുമ്പത്തെ ആഴ്ചയൊക്കെ OB എന്നൊക്കെ സെല്ലെടുത്തായിരുന്നു. അതേപോലെ ഡേയുടെ കണ്ടിന്യൂഷൻ ട്രേഡൊക്കെ എടുത്തായിരുന്നു. നല്ല രീതിയിൽ പ്രൈസ് മൂവ് ചെയ്തതാണ്. നമുക്ക് മന്തിലേക്ക് ആദ്യം നോക്കാം. മന്ത് ഒരു റിയാക്ഷൻ തന്നൊരു ബുള്ളിഷിലേക്കാണ്. നമ്മൾ ഈ ഒരു OB റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞതാണ്. ആ OB ആണ് ഇപ്പോഴും റിയാക്ട് ചെയ്ത് നിൽക്കുന്നത്. വീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീക്കിലും ഈ ഒരു സ്ട്രക്ചറാണ്. ഇപ്പോൾ ഇത് പെട്ടെന്ന് ബ്രേക്ക് ആകില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു നല്ലൊരു ബോഡി ബ്രേക്ക് തന്നൊരു സ്ട്രക്ചറാണ്. പെട്ടെന്ന് ബ്രേക്ക് ആകില്ല. അപ്പോൾ നമുക്ക് 4 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 ഹവറിൻ്റെ ഈ ഒരു OB ആണ് റിയാക്ട് ചെയ്തത് അല്ലേ. നല്ലൊരു റിയാക്ഷൻ നമുക്ക് തന്നു. ഫസ്റ്റ് ട്രേഡ് TP അടിച്ചു. സെക്കൻഡ് ട്രേഡ് എനിക്ക് വന്നു. ഞാൻ പിന്നെ ഒരു കണ്ടിന്യൂഷൻ ട്രേഡ് ഇവിടെ നിന്ന് എടുത്തായിരുന്നു. ആ ട്രേഡ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക് ഇവനാണ് അടിച്ചത്. ഫസ്റ്റ് ട്രേഡ് നല്ല പ്രോഫിറ്റ് അടിച്ചു. ഒരെണ്ണം റണ്ണിങ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1 ഹവറിലേക്ക് വരാം. 1 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാൽ 1 ഹവറിൻ്റെ ഐഡിയം എടുത്തു. 1 ഹവർ ഡിസിഷൻ ഓഫ് ജസ്റ്റ് റിയാക്ഷൻ. അപ്പോൾ ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ട്രേഡ് ചെയ്തോടെ ധൈര്യമായിട്ട് ട്രേഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഡെയിലി നമുക്ക് പ്രൈസ് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡേയുടെ സ്ട്രക്ചർ നമുക്ക് നോക്കണമെങ്കിൽ ഡേയുടെ ഇന്റേണലൊക്കെ എടുത്ത് പ്രൈസ് മൂവ് ചെയ്തതാണ്. ഇന്റേണൽ എടുത്തിട്ട് ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് ഈ ഹൈ എടുത്തേക്കുന്ന ഒരു IFC ക്യാൻഡിലാണ്. അപ്പോൾ പ്രൈസ് ബിയറിഷ് ആയതുകൊണ്ട് ചിലപ്പോൾ ഈ ലോ എടുക്കുക. അപ്പോൾ 1 ഹവറിൻ്റെ എടുക്കണമെങ്കിലും 1 ഹവറിൻ്റെ ഈ OBയിൽ നിന്ന് നിങ്ങൾക്ക് വന്ന ട്രേഡ്സ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ധൈര്യമായിട്ട്. അതേപോലെ തന്നെ 2 സൈഡിലേക്കും സെല്ലിലേക്കും ബൈയിലേക്കും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഹയർ ടൈം ഫ്രെയിമിൽ പ്രൈസ് ബിയറിഷ് ആയതുകൊണ്ടാണ് സെല്ലിലേക്ക് നോക്കാമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയുമേ പറയാനുള്ളത്. നല്ല എൻട്രികളൊക്കെ കിട്ടി. നമ്മുടെ നോൺ ഫാം വരെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടി. ഞാൻ സെല്ലിട്ട് 2 GBP USD അതേപോലെ ഓസ്ട്രേലിയൻ ഡോളർ ഗോൾഡ്. ഇതിൽ 3 ഞാൻ സെല്ല് ഇവിടെ നിന്ന് എടുത്തൊരു സെല്ല് ഹോൾഡ് ചെയ്തായിരുന്നു ഫ്രൈഡേ. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു 2 സൈഡിലേക്കും പ്രൈസ് മൂവ് ചെയ്ത് 2 സൈഡിലും ബൈ എടുത്തേക്കുന്ന ആൾക്കാരെയും ബ്രേക്ക് ചെയ്യുവാൻ അല്ലെങ്കിൽ SL അടിക്കും, സെല്ലെടുത്തേക്കുന്നവർക്കും അതേപോലെ തന്നെ സംഭവിച്ചു. മര്യാദക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഏകദേശം $500 3 ട്രേഡിലെങ്കിലും പ്രോഫിറ്റിലായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഓവറോൾ നല്ലൊരു കുഴപ്പമില്ലാത്തൊരു വീക്കായിരുന്നു കഴിഞ്ഞ ആഴ്ച. പക്ഷേ ഞാൻ പറയുകയാണ്, പലപ്പോഴും ന്യൂസ് നമുക്ക് കൂടുതൽ തരുമെന്ന് വിചാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കൊന്നും തരാതെ നമ്മൾ ടാർഗറ്റ് അടിക്കാം എന്ന് ഉറപ്പായിട്ട് എൻ്റെ ടാർഗറ്റൊക്കെ എല്ലാം അടിച്ചു. പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ല ആ സമയത്ത്. ഇത് ബ്രേക്ക് ഇവൻ അടിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് വരാം. ഓസ്ട്രേലിയൻ ഡോളേഴ്സിലും നമുക്ക് 4 ഹവറിൻ്റെ എൻട്രീസൊക്കെ ഉണ്ടായിരുന്നതാണ്. നല്ല എൻട്രികളാണ്. ധൈര്യമായിട്ട് നിങ്ങൾ ഹയർ ടൈം ഫ്രെയിമിൻ്റെ POയിൽ വരുമ്പോൾ എൻട്രി എടുത്തോ. നിങ്ങളൊന്നും നോക്കണ്ട. ഇപ്പോൾ കഴിഞ്ഞ മാസം ഒരു ബുള്ളിഷായിരുന്നു. നെക്സ്റ്റ് ഈ മന്ത് വന്നിട്ട് അതിൻ്റെ ലോ ലിക്വിഡേറ്റ് ചെയ്തു. വീണ്ടും പ്രൈസ് ബുള്ളിഷിലേക്ക് മൂവ് ചെയ്യുന്നു. വീക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ വീക്ക് ബുള്ളിഷായിരുന്നു. കഴിഞ്ഞ വീക്ക് ഒരു ഇൻസൈഡ് ക്യാൻഡിലായിരുന്നു, പ്ലസ് ഒരു ബിയറിഷ് ക്യാൻഡിലായിരുന്നു. വേറെ ഒന്നും നമുക്ക് അതിൻ്റെ അകത്ത് പറയാനില്ല. നമ്മൾ വീക്കിൻ്റെ ഓൾറെഡി നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്. നമുക്ക് DIയുടെ സ്ട്രക്ചർ നോക്കണമെങ്കിൽ ഡെയിലി ഐഡിയും എടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണ് പ്രൈസ് ഇറങ്ങിയിരിക്കുന്നത്.
മേജറിലോ ലിക്വിഡിറ്റി ഗ്രാബാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 4 ഹവറിലേക്ക് വരാം. 4 ഹവറിൽ നിന്നാണ് ഓസ്ട്രേലിയൻ ഡോളറിന് മെയിനായിട്ട് എൻട്രി. നമ്മളിവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു, ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചു, സെക്കൻഡ് ബ്രേക്ക് ഈവൻ അടിച്ചു. നെക്സ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും ഞാൻ ആ സമയത്ത് എടുത്തു, പക്ഷേ അതും വന്ന് ബ്രേക്ക് ഈവൻ അടിച്ചു നമ്മുടെ നോൺ ഫാം പേറുള്ള ടൈമിൽ. അപ്പോൾ വേറെ ട്രേഡൊന്നും റണ്ണിങ് ഒന്നും ഇല്ല. ചിലപ്പോൾ ഇവിടെ നിന്ന് തന്നെ പ്രൈസ് ഒന്നും കൂടി ഇറങ്ങാം. അല്ലാതെ എനിക്ക് പറയാനുള്ളത് നമുക്ക് 1 ഹവറിലേക്ക് വരാം. 1 ഹവറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഹവറിൻ്റെയൊക്കെ ഒരു OB ഉണ്ട് ഇവിടെ. ആ 4 ഹവറിൻ്റെ OB ഫെയിലായി മേളിലേക്ക് കയറണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇവിടെ നിന്നൊരു സെല്ല് നോക്കാവുന്നതാണ്. അപ്പോൾ എനിക്കതും പറയാനുള്ളത് ബൈയിലേക്ക് നോക്കുക, സെല്ലിലേക്ക് നോക്കുക എന്ന് പറയുന്ന യൂറോ USDയിലേക്ക് വരാം. യൂറോ USDയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ യൂറോ USDയിൽ നല്ല ഓപ്പർച്യൂണിറ്റികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ എല്ലാം നല്ലൊരു ഗ്യാപ്പിലായിരുന്നു. തിരിച്ച് അതേപോലെ തന്നെ കയറി ഒരുപാട് പേര് പ്രോഫിറ്റ് എടുത്തത്. നമ്മളെപ്പോഴും പറയുന്നതാണ്, മാർക്കറ്റ് ഒരു ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്തെന്നാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് പോലെ അല്ല, അത് എന്നേക്കും ആ ഗ്യാപ്പ് അവിടെ കിടക്കുകയൊന്നുമില്ല. അന്ന് തന്നെ വന്ന ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അത് കാരണം ഒരുപാട് ഒരു ബൈയൊക്കെ എടുത്തിട്ട് ആ ഒരു നോർമൽ സെറ്റപ്പിൽ ആൾക്കാർ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും നമ്മളുടെ വീക്ക്ലി അനാലിസിസ് അത് പറയുന്നത് കൊണ്ട് പുറത്തുള്ള പല സ്റ്റുഡൻസും അത് നോക്കി ട്രേഡ് എടുത്തെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ട്രേഡ് നിങ്ങൾ എടുക്കണമെങ്കിൽ, എന്ത് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണമെങ്കിൽ നിങ്ങളുടെ സെറ്റപ്പും കൂടി കൂട്ടിയിട്ട് വേണം ട്രേഡ് എടുക്കുക. കൺഫർമേഷനൊക്കെ നിങ്ങളുടെ സെറ്റപ്പിൽ തന്നെ എടുക്കാൻ പരമാവധി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് അതൊക്കെ മനസ്സിലാകുന്നതാണ്. അപ്പോൾ നമുക്ക് വീക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വീക്കിലും പ്രൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബുള്ളിഷായിട്ട് നിന്നു. നമുക്ക് ഡേയിലേക്ക് വരികയാണെങ്കിൽ ഡേയുടെ OBയിൽ നിന്നാണ് പ്രൈസ് ഇപ്പം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു റിയാക്ഷനാണ് അല്ലേ. പക്ഷേ ഈ ഒരു OB ആണ്, ഈ ഒരു പൊസിഷനാണ് ഇപ്പോൾ റിയാക്ട് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രൈസ് ഐഡിയുമുണ്ട്, നല്ല ലിക്വിഡിറ്റി എടുത്തു. പക്ഷേ ഇതിൻ്റെ പ്രീവിയസ് ഹൈ ബോഡി ബ്രേക്കൊക്കെ ചെയ്ത് സ്ട്രോങ് ആണ്. അതാണ് ഒന്ന് പുൾ ബാക്ക് എടുത്ത. ചില സമയത്ത് യൂറോ USD അത് പുൾ ബാക്ക് എടുക്കില്ല, ബ്രേക്ക് ചെയ്യുക. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇനി ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ $1 ഈ താഴേക്ക് വരും. നിങ്ങൾക്ക് ലോങ് ടൈം ബൈ ചെയ്യാനുള്ളൊരു സെറ്റപ്പാണ് യൂറോ USD തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 4 ഹവറിൻ്റെ ഐഡിയ എടുത്തു, 1 ഹവറിൻ്റെ ഐഡിയ എടുത്ത് എന്നിട്ടാണ് പ്രൈസ് ഇവിടെ നിന്ന് താഴേക്ക് പോയത്. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ കണ്ട നേരത്തെ വരച്ച 4 ഹവറിൻ്റെ OBയിൽ നിന്നാണ് ആ ഗ്യാപ്പ് എടുത്തിട്ട് അവിടെ വന്നിട്ടാണ് പോയത്, അല്ലാതെ ഗ്യാപ്പ് വെറുതെ പോയതല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു ബൈ എടുക്കാമെന്ന് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. യൂറോ USDയുടെ ചാർട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് നോക്കിയിട്ട് എന്തൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതും നല്ല പക്കയായിട്ട്. പണ്ട് എനിക്ക് യൂറോ USD അരിശമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് പ്രൈസ് മൂവ് ചെയ്യില്ല. നമ്മളൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ബ്രേക്ക് ഈവനോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുക എന്നിട്ട് ഇറങ്ങിപ്പോകുന്നത് കാണാം. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ നാളായിട്ട് നമ്മളിങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ടാണ് യൂറോ USDയുടെ പോകുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എൻ്റെ ചാർട്ട് കണ്ടിട്ട്. അപ്പോൾ കേട്ടോ 1 ഹവറിൻ്റെ ഐഡിയും എടുത്തു. ഇവിടെ 4 ഹവർ 1 ഹവറിൻ്റെ OB ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്നാണ് പ്രൈസ് കയറിപ്പോയത്. നല്ലൊരു പൊസിഷനാണ്. അല്ലാന്നുണ്ടെങ്കിൽ യൂറോ USDയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ ലോ എടുത്തു, വീണ്ടും ഇതിൻ്റെ ലോ എടുത്തു. പക്ഷേ എല്ലാവരും പ്രീവിയസ് ഹൈ എടുക്കുക. എനിക്ക് ലോങ് ടൈം ട്രേഡ് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഞാൻ. പക്ഷേ ഇത് നോക്കിയാൽ ഇതൊക്കെ അങ്ങനെയൊന്നും എടുക്കാതെ കറക്റ്റ് ഈ ഹൈ ഒക്കെ ആ ഒരു ഇതെടുത്തിട്ട് അങ്ങനെ തന്നെയാണ് പ്രൈസ് ഇറങ്ങിപ്പോയത്. ധൈര്യമായിട്ട് നമുക്ക് ആ ട്രേഡ് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാനും നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ട്രേഡുകളാണ്. അപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിലേക്കും ബൈയിലേക്കുമുള്ള സാധ്യതകൾ കറൻസികൾ യൂസ് ചെയ്യുക. അതേപോലെ ഗോൾഡ് ബുള്ളിഷ് തന്നെയാണ്. ബൈയിലേക്കുള്ള സാധ്യതകൾ വരുമ്പോൾ പരമാവധി യൂസ് ചെയ്യുക. സെല്ലിലേക്കുള്ള ഇനി എന്തെങ്കിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ഞാൻ നമ്മളുടെ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീക്ക് നല്ല പ്രോഫിറ്റിലായിരുന്നെന്ന് വിചാരിക്കുന്നു. അതേപോലെ നെക്സ്റ്റ് വീക്കും അടിപൊളിയായിട്ട് നല്ലൊരു പ്രോഫിറ്റിലെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.